രാവിലെ എണീച്ചപ്പോൾ തന്നെ രാവിലെ ബാങ്കുവിളി കേൾക്കുകയാണ്. ഞാൻ അതിന് മുന്നേ എണീച്ചതാണ്. അപ്പോൾ സുബൈയുടെ ബാങ്കുവിളി കേൾക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഈദ് ആശംസകൾ കേട്ടോ. ഞാനിത് ഇതിന് എടുത്ത വ്ളോഗാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കേട്ട ശേഷം ഞാൻ കിച്ചണിലോട്ട് വന്നപ്പോൾ കിച്ചണിൽ ആകെ മെസ്സായിട്ട് കിടക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ പെരുന്നാളിൻ്റെ ഒരു തകൃതിയായിട്ടുള്ള കുക്കിംഗ് ആണ്. അപ്പോൾ ഉമ്മ ഉരട്ടിക്കൊക്കെ മാവ് ഒഴിച്ച് വെച്ചു. ബീഫ് വേവിക്കാൻ വേണ്ടി വെച്ചു. അപ്പോൾ ഉമ്മ നമസ്കരിക്കാൻ പോയ സമയത്ത് ഞാനത് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നിസ്കരിക്കാൻ പോകുമെന്ന് വിചാരിച്ചു. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ നല്ല പെരട്ട് നമ്മുടെ പെറോട്ടയുടെ ഇടിയപ്പത്തിലൂടെയൊക്കെ ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ മാക്സിമം കിട്ടുന്ന സമയത്തൊക്കെ ഇളക്കി കൊടുക്കണത്. ഇളക്കുന്നുണ്ട്, നല്ല തിളയും വന്നിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഒരു അരമണിക്കൂറോളം ഗ്യാസ് ഇരുന്നിട്ടാണ് കേട്ടോ ഇത് നന്നായിട്ട് തിളച്ചത്. അപ്പം അതൊക്കെയാണ് വിശേഷം. ഇപ്പോൾ തലേന്ന് ഞാൻ സവാള, വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനെയൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് പെട്ടെന്ന് എളുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെയാണ് ഈ പെരുന്നാളിൻ്റെ വിശേഷമെന്ന് വെച്ചാൽ എല്ലാവരും 4 മണിക്ക് എണീച്ച് ബീഫ് കറിയും മട്ടൻ കറിയും എല്ലാം വയ്ക്കും കേട്ടോ. അപ്പം അതിൻ്റെ ഒരു തിരക്കാണ്. അപ്പം അതിനുശേഷം വീണ്ടും കിച്ചൺ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഏകദേശം പണികളൊക്കെ കഴിഞ്ഞപ്പോൾ കിച്ചൺ പെട്ടെന്നൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഒരുപാട് മെസ്സായിട്ട് കിടക്കത്തില്ലല്ലോ. അപ്പം കുരുമുളക് പൊടിച്ച് വെച്ചിരുന്നു കേട്ടോ ഉമ്മ. അതൊക്കെ എടുത്ത് അതൊരു പേപ്പറിൽ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ കുപ്പിയിലോട്ട് നിറച്ചത്. കുറച്ച് നിറയ്ക്കുമ്പോൾ അത് കളയത്തില്ലല്ലോ. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഇതുണ്ട്. അപ്പോൾ ട്രൈപോഡ് ഇല്ലാത്തതിൻ്റെ ഒരു കഷ്ടപ്പാടും ഉണ്ട് കേട്ടോ. ട്രൈപോഡ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് വീഡിയോ എടുക്കാനൊക്കെ പറ്റുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഉമ്മ വേറെയൊക്കെ കിച്ചണിൽ നിന്ന് വേറെ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലായിടും ഒന്ന് വൃത്തിയാക്കി കേട്ടോ. രാവിലത്തെ പാത്രം കഴുകലും എല്ലാം തീർന്നിട്ട് ഇപ്പോൾ ചായ ഇടാൻ വന്നത്. ചായക്ക് നമസ്കരിച്ചൊക്കെ തീർന്നിട്ട് സുബൈയൊക്കെ കഴിഞ്ഞ് ഒരു 6 മണിയൊക്കെ ആയപ്പോൾ നല്ല ചൂട് ചായ കുടിച്ചു. കാരണം എന്ന് വെച്ചാൽ രാവിലെ എണീക്കുന്നതുകൊണ്ട് നല്ല തലവേദനയൊക്കെ ഇരിക്കും. അതുകൊണ്ട് നല്ല ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ കുറേ കിച്ചണിലെ ജോലിയൊക്കെ ഒതുക്കി ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നന്നായിട്ട് വിരിച്ചിടാമെന്ന് വെച്ചാൽ. കാരണം എന്ന് വെച്ചാൽ പെരുന്നാളൊക്കെ ആകുമ്പോൾ ഗസ്റ്റുകളൊക്കെ വരുമല്ലോ. അതൊക്കെ വിരിച്ചിട്ട ശേഷമാണ് ഞാൻ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്തത് കേട്ടോ. ഒരു 1 മണി 12 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ മാക്സിമം ജോലിയൊക്കെ ഒതുങ്ങും. കാരണം എന്ന് വെച്ചാൽ 4 മണി 4:30 ആയപ്പോൾ തുടങ്ങിയ ജോലികളാണ് കേട്ടോ ഇത്. അപ്പം അങ്ങനെ ഒരുപാട് ഗസ്റ്റുകളെ വിളിച്ചിട്ടുണ്ട്. അല്ലാതെ കുറേ നമ്മുടെ പെരുന്നാൾ സമയമാകുമ്പോൾ കുറേ ബന്ധുക്കളൊക്കെ വരും. അങ്ങനെയൊക്കെ ഒരു സമയമാണല്ലോ നമ്മളെ പെരുന്നാൾ സമയം. അപ്പം ബെഡ്ഷീറ്റ് വിരിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഫോൺ തറയിൽ വീണു പോയി കേട്ടോ. അപ്പം അതിനേക്ക് ഒന്ന് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ സെറ്റ് ചെയ്ത് ബെഡ്ഷീറ്റൊക്കെ നന്നായിട്ട് വിരിച്ചിട്ടു. പിന്നെ അങ്ങനത്തെ ഒരു ഇതായിരുന്നു കേട്ടോ. പിന്നെ പോയി ഐസ്ക്രീം വാങ്ങിച്ചായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി കേട്ടോ. ഐസ്ക്രീം ആയിരുന്നു കേട്ടോ. നമ്മളെ സ്പ്രൈറ്റും 7up ഒന്നും വാങ്ങിച്ചില്ല. ഐസ്ക്രീം ആയിരുന്നു കേട്ടോ നമ്മളെ പെരുന്നാൾ സ്പെഷ്യൽ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അതൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് ഞാൻ ഉമ്മ കുഴിമന്തിയാണ് കേട്ടോ വെച്ചത്. അപ്പോൾ കുഴിമന്തി വെച്ചതിൻ്റെ മൊത്തം വെച്ചിട്ട് ഓരോരുത്തർക്ക് വേണ്ടി പ്ലേറ്റിൽ ഉമ്മ തന്നെ വിളമ്പുകയാണ് കേട്ടോ. ചിക്കൻ പെരട്ടാണ്, അടിപൊളിയാണ് വെച്ചത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓരോ പ്ലേറ്റുകൾ എടുത്ത് കൊടുക്കുകയാണ് ഓരോരുത്തർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഗസ്റ്റുകളൊക്കെ കഴിക്കാൻ വേണ്ടി വന്നിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പം കിച്ചണിൻ്റെ ബാക്കിൽ ചെന്നിരുന്നത് ആ പാത്രം എല്ലാം കഴുകി വെച്ചതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ബീഫ് കറിയും പെരട്ടും ചിക്കൻ ഫ്രൈയും പപ്പടവും മയോണൈസും അങ്ങനെ എല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് ഓരോന്നായിട്ട് എടുത്ത് നന്നായിട്ട് കഴിച്ച് റാഹത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വർഷത്തെ പെരുന്നാൾ കുറച്ചും കൂടെ ഒരു അടിപൊളിയായിരുന്നു. അപ്പം നമ്മളവിടുത്തെ കുഞ്ഞു പൂച്ചയായിട്ടോ അത് വന്നിട്ട് അതിന് ഓരോന്ന് ഇട്ട് കൊടുക്കുമ്പോൾ അതിന് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. എപ്പോഴും വന്നിരിക്കും നമ്മുടെ ബാക്കിൽ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ. അപ്പം ഞാൻ അങ്ങനെ ബാക്കിലിരുന്ന് കഴിച്ചു. അങ്ങനെ ഉച്ചയ്ക്ക് ഒരു 1 മണി 2 മണിയൊക്കെ ആയി കഴിച്ചിട്ട്. പിന്നെ
പിന്നെ അങ്ങനെയൊക്കെ പോയി ഒരു പെരുന്നാൾ ആഘോഷം. ആയപ്പോൾ ഇതാ നമ്മുടെ വൈകുന്നേരം സമയമൊക്കെ ആയപ്പോൾ ഞാൻ ഐസ്ക്രീം കുടിച്ചു കേട്ടോ. നമ്മൾ ടെൻഡർ കോക്കനട്ടിൻ്റെ ഐസ്ക്രീമാണ്, സൂപ്പർ ഐസ്ക്രീമാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഐസ്ക്രീം കുടിക്കുന്നത്. അതിൻ്റെ ഫ്ലേവറിൽ